ഗേസ് ഞാനിപ്പോ മാഹിലെത്തി കേട്ടോ. അയ്യോ മാഹിലാണ്. ഇവിടെ ഇതൊക്കെ വൈൻ ഷോപ്പാട്ടോ, തുറന്നിട്ടില്ല പക്ഷേ. അയ്യോ ഇപ്പൊ സമയം എത്രയെന്ന് അറിയില്ല കേട്ടോ. അയ്യോ മഴ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇറങ്ങുമ്പോൾ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോഴാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്നാണ്, അതായത് ഈ സമയമാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ ഒരു ബൈറ്റ് എടുത്തായിരുന്നു ഷാനുമായിട്ട്. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുന്നത് ഇപ്പോഴാണ്. ജസ്റ്റ് ഇന്ന് നമുക്ക് കുറച്ച് ഫാസ്റ്റ് പോകണം. അതായത് ഫാസ്റ്റ് പോകണമെന്നല്ല, കുറച്ച് ടൈം കളയാണ്ട് കുറച്ചും കൂടെ വേഗത്തിൽ പോകണം. കാരണം നമ്മളിന്ന് ശ്രീയുടെ വീട്ടിൽ എത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കറക്റ്റ് ഞാൻ ഇറങ്ങിയത് ഇന്ന് 110 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ശ്രീയുടെ അടുത്തേക്ക്. സൈക്കിളിനൊരു ചെറിയ വലിവ് വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയില്ല. ബ്രേക്ക് കട്ട പിടിക്കുന്നതാണ് ഞാൻ നോക്കി, പക്ഷെ അതെനിക്ക് അതല്ല. അപ്പോൾ സൈക്കിൾ കടയിലൊന്ന് കാണിക്കണം, ചെയിൻ കുറച്ച് ടൈറ്റ് ചെയ്യണം. സൈക്കിൾ കട എന്ത് സൗണ്ടാണ്. സൈക്കിൾ കട കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ ടൈറ്റ് ചെയ്യണം. നമുക്ക് വടകര കഴിയണം. വടകര കഴിഞ്ഞിട്ട് കുറച്ചേരം എവിടെയെങ്കിലും ഇരിക്കാൻ വെച്ചിരിക്കാണ്. ഓ ഇപ്പൊ കയറ്റം വരുന്ന കഴിച്ചു. ഇവിടെ ഒരു മാഹില് മറ്റേ ടൗൺ കയറുമ്പോ ഒരു കയറ്റം കിട്ടുന്നുണ്ട്. അപ്പൊ കയറ്റത്തിന് ഞാൻ ഉന്തിക്കൊണ്ടുവരായിരുന്നു. കാരണം ഇടുങ്ങിയ റോഡാണ് ഒന്നാമത്. അപ്പൊ വേറെ വണ്ടികളൊക്കെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ കയറ്റും, അതുകൊണ്ട് ഞാൻ ഉന്തി. ഇതെവിടെ ഉണ്ട് വെള്ളം. ഓൾമോസ്റ്റ് ഇപ്പൊ തന്നെ കഴിയാനായിട്ടാ. ഇപ്പൊ സമയം 8:45. നമ്മള് 7:45 ഇറങ്ങിയതാ. അതായത് ഒരു മണിക്കൂറിൽ നമ്മളൊരു 16 കിലോമീറ്റർ ചവിട്ടിയാടാ. ഇത് പകുതി വേർപ്പും പകുതി അല്ല, വേർപ്പാട്ടെ കൂടുതൽ. വേർപ്പാണ് കൂടുതൽ. ഉള്ളിൽ മൊത്തം ഉണ്ട് വേർപ്പ്. ഞാൻ പിന്നെ ഉള്ളിലൊന്നും ഇട്ടിട്ടില്ല. അതായത് ഇതിന്റെ ഉള്ളിൽ ഷർട്ട് തൊട്ടിട്ടില്ല ചേട്ടാ. അയ്യാ ഓക്കെ, നമുക്ക് പോവാ. ഞാനിവിടെ എന്തിനാ വെള്ളം കുടിക്കണം. അതാണ്, വെള്ളം കുടിക്കണം ഫസ്റ്റ്, എന്നിട്ട് പോവാം. ഗൈസ് നമുക്ക് ചെറിയൊരു പണി കിട്ടി കേട്ടോ. വണ്ടിയുടെ ചെയിൻ ലൂസായി, നല്ല ലൂസായി. ഓടിക്കാൻ പറ്റുന്നില്ല. ആ ഒരു പരിപാടി. ചെയിൻ കഴിഞ്ഞ് പോകുന്നു. നമ്മൾ മാഹി തന്നെയാണ് ഉള്ളത്. കുറച്ച് വന്നുള്ളൂ 1 കിലോമീറ്റർ. അപ്പോഴേക്കും പണി കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ സൈഡാക്കി. ഇവിടെ കട തുറന്നിട്ടില്ല. അതായത് നമുക്കത് പെട്ടെന്ന് ചെയ്യേണ്ട രീതിയിൽ പോകണം ഗൈസ്. പണ്ടാണ് പണിയിട്ടാണ് സമയം. രാവിലെ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് ഇതായത്. എന്തായാലും അച്ഛൻ കുറച്ച് ടൂൾസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, എനിക്കത് അറിയാം. അത് നമുക്കൊന്ന് ചെയ്യേണ്ടായിട്ടേ ഫസ്റ്റ്. ഗൈസ് ഉന്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് വണ്ടി. നല്ല കയറ്റം കിട്ടും. ഇപ്പൊ സമയം 9:30 കേട്ടോ. എവിടെ എത്തുന്ന ഒരു ഐഡിയ ഇല്ല. വടകരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ വെള്ളം കഴിഞ്ഞു ഒരു കുപ്പി. മറ്റേ കുപ്പിയാണെങ്കിൽ ചൂട് വെള്ളമുള്ളത്. അത് ഭയങ്കര ചൂട്. ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചേക്കാം. അയ്യോ ഗേയ് നല്ല ക്ഷീണം. ഞാൻ ഇങ്ങനെ തുറന്നിട്ടാണ് ഓടിക്കുന്നത്, കാറ്റിട്ട് വേണ്ടിയിട്ട്. ഭയങ്കര വിറക്കുണ്ട്. ഗേയ്സ് സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. മുട്ടം ബ്ലോക്ക് കിട്ടിയേട്ടാ. സൈക്കിളിന് പോലും പോകാൻ പറ്റുന്നില്ല. അതെ കാറുകാരൻ ഇത്ര അടുപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഞാനും ബ്ലോക്കിൽ വിട്ടു. അത് നന്നായി. റെസ്റ്റ് എടുക്കാനുള്ള സമയം പോലെ കണക്കുക. അങ്ങ് ഫ്രണ്ട് ഉണ്ട് കേട്ടാ. എനിക്കൊന്ന് 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല ഇത് ക്യാമറ കാണാൻ പറ്റില്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഫ്രണ്ട് വരെ ഉണ്ട്. എന്താണോ അവിടെ ആക്സിഡന്റ് ആയോ, ഇനി വല്ല റോഡ് പണിയാണോ തമ്മിലേ അറിയാം. 5 മിനിറ്റ് വെയിറ്റ് ആക്കും, പിന്നെ നമ്മൾ പോകും കേട്ടോ അപ്പുറത്തരാ. ഗേസ് ഞാൻ അഗൈൻ ഉന്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ബ്ലോക്ക് അത് ഭയങ്കര ബ്ലോക്കാട്ടോ, വലിയ ബ്ലോക്കാണ്. പക്ഷെ അതിവിദഗ്ധമായി ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട്. സൈക്കിളായതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടാ. ബൈക്ക് പോലെ അവിടെ സ്റ്റെക്കാണ്. എന്തായാലും അതിൽ കിടക്കുന്ന കാറുകളൊക്കെ ഇനി 1-2 മണിക്കൂർ കഴിയും അവിടെ നിന്ന് എടുക്കാൻ. അവിടെ വടകര ബൈപ്പാസിൽ റോഡ് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ തിരക്കാണ്. അയ്യോ എന്ത് തിരക്കാണ് ഇപ്പൊ. ജേസി ഇത് കണ്ട ഫുള്ള് വെള്ളം. നാറ്റം മുതലായ ഫുള്ള് അങ്ങോട്ടം വരെ വെള്ളമാണ്. പണ്ടാണ് എന്ത് സീൻ അറിയാൻ. വലിയ കുഴിയാണ്, ഇത് അറിയുന്നുമില്ല. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട്. ഇവിടെ ഫുള്ള് ബ്ലോക്കാട്ടാ. ബ്ലോക്കിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഓടിച്ചു വരുമ്പോ എന്താ സാറ്റിസ്ഫാക്ഷൻ. അപ്പാ സുഖം എന്ന് പറഞ്ഞില്ലേ, വേറെ ലെവൽ സുഖാണ്. ഇത് മഴയുടെ വെള്ളമല്ല കേട്ടോ, വേർപ്പാണ്. അയ്യോ കൊടും ചൂടാണ്. കൊടും ചൂട് എന്ന് പറഞ്ഞാൽ വെയില് വേണ്ടാണ്. ഞാൻ പയ്യോളിന്ന് കിട്ടിയ വെയിലാണ്. ഞാൻ കൊയിലാണ്ടി എത്തി. അയ്യാ ഒടുക്കത്തെ വെയിൽ. മഴ ആയിരുന്നിട്ട് ഇതിനേക്കാൾ നല്ലത്. മഴ ഒന്ന് പെയ്യാൻ വേണ്ടി ഞാനിപ്പോ ഭയങ്കര ആഗ്രഹിക്കാണ്. ഒന്ന് പെയ്തിരുന്നെങ്കിൽ നനഞ്ഞ് കുളിക്കണം. ഞാൻ വരുന്ന വഴിക്ക് കുളം വല്ലതും ഉണ്ടാവും. നല്ല കുളം ഉണ്ടെങ്കിൽ അതിന് കുളിച്ചിട്ട് ഓടിക്കായിരുന്നു. എന്ത് ചൂട്, എന്താ ചെങ്ങായി. വെയിലെന്നൊക്കെ പറഞ്ഞ തീ വെയിൽ. ഞാനൊരു പാലം കൊയിലാണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു പാലം കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ കോഴിക്കോട്ടേക്ക് ഇവിടുന്ന് 23 കിലോമീറ്റർ ഉണ്ട്.
ഒരു 3 മണി ആഗ്രഹിക്കുന്നു, പക്ഷെ നടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ റോഡ് ഇപ്പോഴുള്ള റോഡ് ഇപ്പോഴാണ് റോഡ് കുറച്ച് മേലായത്. അങ്ങോട്ടുള്ള റോഡ് ദേഷ്യം വരും. എന്താ റോഡ് പൊട്ടി പൊളിഞ്ഞ അലമ്പായിരിക്കണ റോഡ്. അയ്യോ ഞാൻ ഫുഡ് കഴിച്ചു ലൈറ്റ് ആയിട്ട് പറ്റുന്നില്ല, ക്ഷീണമായി ഭയങ്കര. അയ്യോ ഒന്നാമത് രാവിലെ 7 മണിക്ക് കഴിച്ചതാ ഭക്ഷണം. അപ്പൊ എന്നിട്ട് ഹോട്ടലിൽ കയറി ഒരു 3/4 മണിക്കൂർ അവിടെ ഇരുന്ന് ഫുഡൊക്കെ മെല്ലെ കഴിച്ച് ഒരു വെള്ളം കുടിച്ചു. പിന്നെ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് വെള്ളം എടുത്തോട്ടെ നമ്മൾ ചൂടുള്ള നല്ല കിട്ടായിരുന്നു. നല്ല ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം ഇങ്ങനെ തല കൂടി ഒഴിക്കണം. ഞാൻ കുറച്ച് വെള്ളം തലയിൽ കൊഴിച്ചു കിട്ടും, അതാണ് കുറച്ച് തലയൊക്കെ നനഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ വെയിലാറിട്ട് വീടെടുക്കുന്നു കേട്ടോ. അതെ, വീടെടുക്കാൻ പറ്റുന്നില്ല, മടിയാ വന്ന്. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ മരങ്ങളുണ്ട് വലിയത്, അവിടെ വന്നിരിക്കുമ്പോ എന്താ സുഖം. എന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. പൊട്ടിയിട്ടുണ്ടോന്ന് നോക്കിയാ പത്തന്നെ. സ്ക്രീൻ കാർഡ് പൊട്ടിയിട്ടുണ്ട്. അത് കുറച്ച് മുന്നേ പൊട്ടിയായിരുന്നു, പക്ഷെ സ്റ്റിൽ വർക്കിംഗ്. കൊള്ളാം. പോക്കോ F1 പുലി തന്നെ. എന്ത് പുല്ലാണ്. കുഴപ്പമില്ല, അപകടങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ, അപകടങ്ങൾ ഉണ്ടാക്കും. സുഖദിനം. ബൈ. ഞാൻ കുറച്ച് ഓടിച്ചു കേസ്, എന്നിട്ട് ഇവിടെ സൈഡാക്കി കേട്ടോ. അവിടെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, അവിടെ കയറി കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ ഇരിക്കുകയാണിപ്പോൾ. എൻ്റെ പൊന്നു മോനെ ഒന്നും പറയണ്ട. അതായത് എന്താ വെയിൽ തരാം, നമുക്ക് ചവിട്ടാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിക്കുന്നു കുറച്ച് നേരം ഇവിടെ ഇരുന്നാലും ഇരിക്കുന്നു. എന്നിട്ട് വെയിലാറിട്ട് പോകാലെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഭയങ്കര ചൂട്. ഒന്നാമത് റോഡിൻ്റെ പണിയൊക്കെ ആയതുകൊണ്ട് ഉള്ള മരങ്ങളൊക്കെ എടുത്ത് കളഞ്ഞേക്കാണ്. അപ്പോൾ എവിടെ നിൽക്കാൻ കൂടെ സ്ഥലമില്ല. ജസ്റ്റ് ഇവിടെ തണുത്ത വെള്ളം ഉണ്ടായിരുന്നുണ്ടോ. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ ഹോട്ടലിൽ നിന്ന് എടുത്ത വെള്ളം ഉണ്ടായിരുന്നു, അത് കളഞ്ഞിട്ട് ഞാൻ തണുത്ത വെള്ളം നിറച്ചു 2 കുപ്പി. എന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ജസ്റ്റ് എൻ്റെ മുഖം ഫുള്ള് നല്ല പോലെ ടാൻ അടിച്ചിട്ടുണ്ട്. അതായത് നല്ല കളർ ഡിമായിട്ടുണ്ട്, ബ്ലാക്കാണ്. ഇത് മൊബൈലിൽ ശരിക്കും അറിയില്ല, ഇത് ഐഫോൺ ആയതുകൊണ്ട് ശരിക്കും അറിയില്ല. അറിയാത്തത് ഞാനിപ്പോൾ ഇവിടെ മിറർ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ശരിക്കുള്ള മിറർ കാണുന്നത് ഇപ്പോഴാണ്. നല്ലപോലെ കുഴപ്പമില്ല, ശരിയാക്കി എടുക്കാം. മാറുന്നതാണ്. ഞാൻ മറ്റേ ഇത് മേടിച്ചില്ല, എന്താണ് മറ്റേ സൺസ്ക്രീൻ, അത് മേടിച്ചില്ല. അത് മേടിക്കണം വെച്ചിട്ട് മേടിക്കാൻ പറ്റില്ല. കോഴിക്കോട് നിന്ന് മേടിക്കണം. നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് ഞാനിപ്പോൾ ഓടിക്കുന്നത്. അയ്യോ, ഞാൻ ചവിട്ട് തുടങ്ങി പിന്നെ ഇത്രത്തോളം റെസ്റ്റ് എടുത്തില്ല. ഞാനിപ്പോൾ ഓരോ കിലോമീറ്ററും സൈഡാക്കി നിൽക്കുന്നുണ്ട് മരത്തിനടിയിൽ. ഗൈസ് ഞാൻ കോഴിക്കോട് എത്താനായി. ഇനിയൊരു 3 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ പൊരി വെയിലാണ് ഗൈസ്. ഇവിടെ രാവിലെ ഇവിടെ മഴ ഉണ്ടെന്നാണ് പറഞ്ഞത്. അയ്യോ, ഇത് കുറച്ച് ഹാർഡായിരുന്നിട്ടാ. പിന്നെ ഞാൻ വിചാരിച്ചു ചൂടാണ്, അപ്പോൾ കോട്ടൊക്കെ ഞാൻ അയച്ചു വെച്ചിട്ടാ. ഇനി മഴ പെയ്യാൻ ചാൻസ് ഇല്ല. കോട്ട വെച്ചിട്ട് ഞാൻ ഷോർട്സ് ഇട്ടിട്ടാ, ഷർട്ട് ഇട്ട്. ഇപ്പം നല്ല കാറ്റിടുന്നുണ്ട്. അയ്യോ, പിന്നെ ഷൂ മാറ്റിയേട്ടാ. നോക്കിയേ, രാവിലെ ഇട്ട ഷൂ ആണ് 7:30. രാവിലെ 7 മണിക്ക് ഇട്ടതാ ഷൂ. ഇപ്പം ഞാൻ അയച്ചു. ഒരു സുഖം, അതൊരു അയ്യോ എന്ത് സുഖമാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ കേസ് ഞാൻ പോവാണ്. ഇനി നോക്കട്ടെ. ഞാനിപ്പോൾ ഈ വെയിൽ കാരണം ഞാൻ മൊബൈൽ എടുക്കാറില്ല. ഇപ്പോൾ കുറേ സ്കിപ്പായിട്ടാ, ഞാൻ കുറേ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പോട്ടെട്ടാ. ഗൈസ് ഞാൻ കോഴിക്കോട് എത്തിയേട്ടാ. കോഴിക്കോട് ടൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ശ്രീയുടെ വീട്ടിലോട്ട് പോവാട്ടോ. ഇവിടെ എന്തായാലും സ്റ്റേ അടിക്കണല്ലോ. അതായത് എൻ്റെ ബ്രേക്കിൻ്റെ ഇത്ര നേരം എൻ്റെ ബ്രേക്കിൻ്റെ കട്ട ഒരിഞ്ഞുകൊണ്ടേട്ടാ. ഇവിടെ കാണാൻ നൈസായത്. അതായത് അത് ഞാൻ ശ്രദ്ധിച്ചില്ല, വെറുതെ അല്ല വണ്ടി വരാത്തത് പുല്ല്. എന്നിട്ട് അത് ശരിയാക്കി കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഇനി ചവിട്ടാൻ പറ്റും. ഇനിയിപ്പോൾ വെയിൽ കുറഞ്ഞല്ലോ, അപ്പോൾ ഇനി പോകാമെന്ന് ഇരിക്കുന്നു. ഇനി ഇവിടെ 35 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു 3 മണിക്കൂർ എടുക്കും എങ്ങനെ പോയാലും. ഗേസ് ഇതാണ് സാക്ഷാൽ പാളയം ബസ് സ്റ്റോപ്പ് ഇട്ടാ. അതായത് കോഴിക്കോടിൻ്റെ പാളയം. ഞങ്ങളെപ്പോഴും പറയാറുള്ളത്, ഞാനും അച്ഛനും അമ്മയും മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ എപ്പോഴും രാവിലെ ഇവിടെ വരാറുണ്ട് കേട്ടോ. അതായത് ഇഞ്ചക്ഷൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്ന് പോയുള്ളൂ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് കയറണം എന്നൊരാഗ്രഹം. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ടാ. അവിടെ ഒരു ചെറിയ ചായയൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ കിട്ടിലും ചായ കിട്ടും കേട്ടോ. ചായ നല്ല എണ്ണക്കടികൾ കിട്ടും.
ഓക്കെ ഞാൻ പോട്ടെ, ഇവിടെ നിന്ന് അതിന് സീനാവും. എനിക്ക് കുറേ പോകാനുണ്ട്, 30-35 കിലോമീറ്റർ ഉണ്ട്. 35 അതിന് മുകളിൽ 40 വരുന്നുണ്ട്. എന്നാലും ഞാൻ പോവാണ് ഗൈസ്. കാണാം, ബൈ ബൈ. ഇതാണ് ഫേമസ് ആയിട്ടുള്ള വേമ്പനാട്ട് കായൽ പോലുള്ള വേറെ ഏതോ കായൽ. കണ്ട തോണലുണ്ട്. ഇത് ഏത് പാലമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭംഗിയുള്ള പാലമെന്ന് ഞാൻ പറയും. കാരണം നല്ല രസമുണ്ട്. അവിടെ ചേട്ടൻ മീനൊക്കെ പിടിക്കുന്നുണ്ട്. നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട്, സൺസ്ക്രീൻ. ഈ സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോഴും മേടിക്കണത്. എൻ്റെ ഫേസൊക്കെ ഡാർക്കായിട്ട് വെയിലത്ത് പണ്ടടങ്ങാൻ. പക്ഷെ വേറെ മേടിക്കാൻ പറ്റില്ല. ഇതിന് 300 രൂപയാണ്, ചെറിയ ടിന്നേ ഉള്ളൂ. പിന്നെ ഇത് 50 SPF. ഇതിന് മുകളിലുള്ളതോ ഇതിൻ്റെ ഈ 50-ൻ്റെയോ മേടിക്കണം. ചെറുത് മേടിച്ച കാര്യമില്ല, 35 ഒക്കെ ഉണ്ട്, 20 എന്ന് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു. ഷിജിന പെരിന്തൽമണ്ണ. കേസ് എന്ത് രസമാണ്, അവിടെ അടിപൊളിയുണ്ട് കേട്ടോ. ഗൈസ് ഇത് രാമനാട്ടുകാരാണ് കേട്ടോ. രാമനാട്ടുകാരെത്തി. ഞാൻ വീട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടൊരു 15 കിലോമീറ്റർ ഞാൻ ചവിട്ടി. 15 അല്ല, 13 കിലോമീറ്റർ ചവിട്ടി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകണം. ഗൈസ് നമുക്ക് അടുത്ത പണി കിട്ടിയിട്ടുണ്ട്. ഗൈസ് ചെയിൻ്റെ ഈ സാധനം ഊരിപ്പോയി. ഗൈസ് ഇതിന് ചെയിൻ ക്ലിപ്പ് വരുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഊരിപ്പോയി. ഈ പിന്നിൻ്റെ അല്ല, ആ പിന്നെ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. പുല്ല്, ഇതിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഇനിയും പോകാനുണ്ട്. ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്, ഒരു 14 കിലോമീറ്റർ ഉണ്ടോന്നുണ്ട്. എന്ത് ചെയ്യും? ഗൈസ് വണ്ടിക്ക് പിന്നെയും പണി വന്നു കേട്ടോ. ഞാനിവിടെ അരമണിക്കൂറായി സ്റ്റക്കാണ്. എന്നിട്ട് ഞാൻ അത് ശരിയാക്കി. എൻ്റെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഉള്ള ടൂൾസ് വെച്ചിട്ട് ഞാനത് റെഡി ആക്കിയിട്ടുണ്ട് തൽക്കാലം. ഇനിയിപ്പോൾ നാളെ രാവിലെ അവിടെ ശ്രീയുടെ അടുത്ത് വല്ല ഷോപ്പിൽ കളിക്കണം. ഇനിയും 15 കിലോമീറ്റർ പോകാണ്ട്. ഇപ്പോൾ തന്നെ ഇരുട്ടായി. ഞാൻ പെട്ടെന്ന് പോകാൻ നോക്കുന്നു. ഇല്ലാണെങ്കിൽ ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഞാൻ രാത്രി ഓടിക്കുന്നത് പ്ലാനേ ചെയ്തില്ല. പിന്നെ ഇന്ന് മൊത്തത്തിൽ അലമ്പായി ഗൈസ്. ഇന്നത്തെ ഡേ ഭയങ്കര അലമ്പായിരുന്നു മൊത്തത്തിൽ. പണിയോട് പണി, പിന്നെയും പണി. പക്ഷെ കുഴപ്പമില്ല വെച്ച്. ഇന്നത്തെ ഡേ മൊത്തം പണിയാണ് ഗൈസ്. പിന്നെയും പണി. കുഴപ്പമില്ല, പക്ഷെ നമ്മൾ തോറ്റിട്ടില്ല. പവറിഷ് നമ്മൾ പോവുകയാണ് ഗൈസ്. എൻ്റെ ചെയിൻ പിന്നെയും പൊട്ടി. ഞാനിവിടെ നടുറോട്ടിലാണ്. ഞാൻ ശ്രീനെ വിളിച്ചു, പക്ഷേ ശ്രീ ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവിടെ എനിക്ക് എൻ്റെ കയ്യിലെ ടൂൾസിൽ പ്ലെയർ ഇല്ല. പ്ലെയർ വേണമായിരുന്നു അതിൻ്റെ പിന്നിടാൻ വേണ്ടിയിട്ട്. അച്ഛൻ പ്ലെയർ വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ നടന്നു, കുറച്ച് 2 കിലോമീറ്റർ നടന്നു ഉന്തി. ഇവിടെ ഫുള്ള് കയറ്റം ഇറക്കമാണ്. അപ്പോൾ ഒരു കയറ്റം ഉന്തിയാൽ ഒരു ഇറക്കം കിട്ടും. അങ്ങനെ ഞാൻ 2 കിലോമീറ്റർ നടന്ന് വന്നിട്ടാ. ഒരു പ്ലെയർ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നോക്കുമ്പോൾ അവിടെ ഇവിടെ വന്നപ്പോൾ ഇല്ല, ഒരു സൈഡ് ഒരു പഞ്ചർ ഒട്ടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ടൊരു പ്ലെയർ ചോദിച്ചു ആ ചേട്ടനോട്. അങ്ങനെ എനിക്കൊരു പ്ലെയർ കിട്ടി. അത് ഞാൻ പിന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിനിപ്പോൾ എത്ര നേരം നിൽക്കുമെന്ന് അറിയില്ല. ഇനി നമുക്കൊരു 10 കിലോമീറ്റർ പോകാനുണ്ട്. ശ്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, ശ്രീനോട് വരണ്ട പറഞ്ഞു. നോക്കാലോ നമുക്ക് പോകാൻ പറ്റുമെന്ന്. ഓക്കെ, പോവാണ് ഗീസ്. ബൈ ബൈ. നമ്മൾ തോക്കില്ല ഗീസ്. ഞാൻ എത്തിയിട്ടില്ല. ഞാൻ ശ്രീയുടെ അടുത്ത് എത്തിയിട്ടില്ല. എൻ്റെ ചെങ്ങളെ പൊട്ടി 2 പ്രാവശ്യം പൊട്ടി. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 9 കിലോമീറ്റർ, ഇനി ഒരു 9 കിലോമീറ്റർ ഇനിയും പോകാനുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് കയറ്റമാണ്. കയറ്റവും ഇറക്കും. ചവിട്ടി പോയി നമുക്ക് കയറ്റാൻ പറ്റില്ല, അത്ര വലിയ കയറ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഷോപ്പ് കയറിയേക്കാണ്. ഒരു ലൈം കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കാണ് കേട്ടോ. പിന്നെ വിശക്കുന്നു. ഞാനൊരു ചിക്കൻ റോളും മേടിച്ചിട്ടുണ്ട് ഇവിടെ. അത് കഴിക്കണം. ശ്രീ വിളിച്ചിട്ടുണ്ട്. ശ്രീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വരണ്ടാ പറഞ്ഞു കേട്ടോ. ഒരു ലൈം പറഞ്ഞിട്ടുണ്ട്, സോഡ ലൈം. അയ്യോ, പിന്നെ ഒരു ചിക്കൻ റോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിക്കരുത് എന്തായാലും. കഴിച്ചിട്ട് വേഗം പോവാം. ഇരുട്ടായി. അതിൽ ലൈറ്റും ഇല്ല. എൻ്റെ സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ ലൈറ്റും ഇല്ല, ഹോണും ഇല്ല, ഒന്നുമില്ല. ബ്രേക്ക് ലൈറ്റും ഇല്ല. പണിപ്പാളി. രക്ഷകൻ വിജയം. ശ്രീ വന്നിട്ടാ. ഇവിടെ ഒരു പമ്പുണ്ട്. ഇവിടെ ഇനി ഒരു 4 കിലോമീറ്റർ പോകാണ്ട്. പക്ഷെ ശ്രീ ഇങ്ങോട്ട് വന്ന് സൈക്കിള് ശ്രീയുടെ വണ്ടി. അവിടെ നിന്ന് ഒരു ചായ മേടിച്ചു തന്നിട്ട കോഫി സ്പോട്ട്. ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മച്ച അടുത്ത വണ്ടി. ഓക്കെ ബൈ. ഇല്ല വെച്ചാ വെള്ളം കഴിഞ്ഞ് പോരാ. ലവർ പേര് അണിച്ചാ, ഫോട്ടോ അണിച്ചേ.
വേണ്ട അമ്മനെ കാണിക്കാം. ഫേവറേറ്റ് വേണ്ട വേണ്ട വേണ്ട. ഏത് 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 വെച്ചിന്റെ വെച്ചാ വേണ്ടേ? ഏത് വെച്ചിന്റെ ഇത് കല്ല് 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 കല്ല്. വണ്ടി സ്ത്രീ ചവിട്ടിക്കൊണ്ടിരിക്കട്ടെ. എന്റെ വണ്ടി, ഞാൻ സ്ത്രീയുടെ വണ്ടി സ്കൂട്ടിയിലാണ്. ഈ തുറപ്പിനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. സ്ത്രീ എന്റെ ചവിട്ടാറില്ല അങ്ങനെ. അയ്യോ, എനിക്ക് ഭയങ്കര ആശ്വാസമാണ് സത്യം പറഞ്ഞാൽ. കാരണം കുറെ ചവിട്ടി വന്നല്ലേ, അപ്പൊ ഇത് മാറിയപ്പോ ഒരു സമാധാനം ഉണ്ട്. പക്ഷെ സ്ത്രീക്കത് ബുദ്ധിമുട്ടായി. കാരണം സ്ത്രീ ഇതുവരെ ചവിട്ടിയിട്ടില്ല അതുകൊണ്ട് ഷേപ്പിലുള്ള വണ്ടി. അതിന്റെ ഹാൻഡിൽ ബാർ ഇരിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ അത് പെട്ടെന്ന് ബാലൻസ് ചെയ്യാൻ പറ്റില്ല ആൾക്കാർക്ക്. പക്ഷെ സ്ത്രീ ഓടിക്കുന്നുണ്ട്, ചെയ്യുന്നില്ല. ഞാൻ പിന്നെ ഓടിച്ച് എനിക്കൊരു പരിശീലനം ഉണ്ടായിട്ടാ. അതുകൊണ്ടാണ്. ഇനി നമുക്കൊരു 2-3 കിലോമീറ്റർ പോകുന്നുണ്ട് വീട്ടിലോട്ട്. ഓക്കെ ബൈ. ഗുഡ് ഈവനിങ് ഗീസ്. ഇന്ന് സൺഡേ ആണ്. ഇന്ന് ഞാൻ സൈക്കിൾ ഓടിച്ചില്ല കേട്ടോ. ഞാൻ ഇന്നലെ ഇവിടെ തലേദിവസം സ്ത്രീയുടെ വീട്ടിൽ, അതായത് മലപ്പുറം മമ്പറം എത്തി കേട്ടോ. മമ്പറം പള്ളിയുടെ അടുത്താണ് സ്ത്രീയുടെ വീട്. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാ. അപ്പോൾ ഇന്നലെ ഞാൻ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്തു. ഇന്നലെ രാത്രി വന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്നോട്ട് ഷൂട്ട് ചെയ്തില്ല. ഇതിപ്പോൾ സൺഡേ ആണ് ഇതിപ്പോൾ സൺഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളൊരു 110 കിലോമീറ്റർ ചവിട്ടി കേട്ടോ. അതിൽ 5 കിലോമീറ്റർ സ്ത്രീ ചവിട്ടി. ലാസ്റ്റ് അവസാനം സ്ത്രീ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് സ്ത്രീ ചവിട്ടി. ഇന്നലെ കുറേ പണി കിട്ടി. അത് ഒന്നാമത് ഭയങ്കര വെയിലായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല, വെയില്. കാരണം ഞാൻ മൊത്തം മഴയാണെന്നൊക്കെ വെച്ചിട്ട് ഇരിക്കണം. മഴയത്ത് ചവിട്ടാൻ പറ്റും, വെയിലത്തോടെ ചവിട്ടാൻ ഒട്ടും പറ്റാത്തത്. വൺ സീനായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. പിന്നെ സൈക്കിളിലെ ചെയിൻ 2 പ്രാവശ്യം പൊട്ടി. അത് ഭയങ്കര പണിയായി. കാരണം എൻ്റെ ടൂൾസ് ഉണ്ടായിരുന്നില്ല. 2-3 ടൂൾസ് ഉണ്ട്, പക്ഷെ എല്ലാം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ ഉന്തണ്ടി വന്നു. പിന്നെ ഭയങ്കര കയറ്റമാണ് ഇങ്ങോട്ട്. അതായത് രാമനാട്ടുകാരെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുന്നു. കോട്ടക്കൽ റോഡ് വൻ കയറ്റായിരുന്നു. വേറെ റൂട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ വന്നില്ല. ഇതിൽ വന്നു. ഇതാണ് കിലോമീറ്റർ എളുപ്പമാണ്. പക്ഷെ റോഡ് വൻ സീൻ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിൽ പോയിട്ടുണ്ട് മുന്നേ സൈഡ് കൂടെ. നമ്മൾ കോഴിക്കോടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ ബൈക്കിൽ കാറിലൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ ഇത് പണി കിട്ടി. നല്ല കയറ്റത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലെവലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, ഞാൻ നാളെ രാവിലെ ഇറങ്ങും ഇവിടുന്ന്. നാളെ തിങ്കളാഴ്ചയാണ്. നാളെ രാവിലെ ഇപ്പം ഇറങ്ങാനാണ് പ്ലാൻ. നാളെ ഗുരുവായൂർ പിടിക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ കാലാവസ്ഥ പോലെ എന്തായാലും ഗുരുവായൂർ നമ്മളെത്തും. പിന്നെ കാലാവസ്ഥയും നമുക്ക് ചവിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നുണ്ട്. മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും അറിയില്ല കേസ്. നാളെ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ ഞാൻ പോവാണ്. അപ്പോൾ ഇതുവരേക്കും നിങ്ങൾ ഈ 4 പാർട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ, സോറി ഇത് 3ാമത്തെ പാർട്ടാണ്. 3 പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സന്തോഷം. അപ്പോൾ കേസ് ലൈക്ക് ചെയ്യുക. അപ്പോൾ കേസ് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാം. ടാറ്റ ബൈ. നാളെ കാണാം.